സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. പാഞ്ഞാലിലെ മിനി MCF വിവാദം. സ്വകാര്യ ഭൂമിയാണെന്ന് തെളിഞ്ഞാൽ മാറ്റി സ്ഥാപിക്കാൻ എതിർപ്പില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത്. മിനി MCF സ്ഥാപിച്ച ഭൂമി സ്വകാര്യ വ്യക്തിയുടേതാണെന്ന കണ്ടെത്തലും അത് സംബന്ധിച്ച ഉത്തരവും നിലനിൽക്കെ വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത് പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തിയോടും വിദ്വേഷപരമായ സമീപനം ഭരണസമിതി സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് എന്ന് തെളിഞ്ഞാൽ മറ്റു സ്ഥലത്തേക്ക് അത് മാറ്റുന്നതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേറെ വിയോജിപ്പൊന്നുമില്ല. ഞാനതാ പറഞ്ഞത്. ആ ചേട്ടനോടോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോടോ അങ്ങനെ ആരോടും നമുക്ക് അതിന് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അതേപോലെ രേഖകൾ പരിശോധിച്ച് മറ്റ് ക്ലാരിഫിക്കേഷൻ വരുത്തി നമുക്കത് നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ നിയമാനുസൃതമായ നടപടി നമ്മൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഭൂമി സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് നിയമപരമായി തെളിഞ്ഞാൽ മിനി MCF മാറ്റി സ്ഥാപിക്കുന്നതിന് ഭരണസമിതിക്ക് യാതൊരു വിയോജിപ്പുമില്ലെന്നും വ്യക്തമാക്കി. ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം നിലവിലെ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപേ നിലനിന്നിരുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണസമിതി അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഈ വിഷയം കമ്മിറ്റിക്കകത്ത് അജണ്ടയിൽ വന്നപ്പോൾ നമ്മൾ അതിനടുത്തൊരു സ്വീകരിച്ച നിലപാട്, നിയമപരമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ സെക്രട്ടറിക്ക് ഏതാണ് നിയമപരമായി കൈക്കൊള്ളേണ്ട ഉത്തരവാദിത്തം അത് ചെയ്യാൻ കമ്മിറ്റി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഭൂമി പഞ്ചായത്തിന്റേതല്ലെന്ന ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഇതുവരെ നിയമപരമായി ഭരണസമിതിക്ക് ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നിയമാനുസൃതമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ വിഷയത്തിൽ രമ്യമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ പുതിയ ഭരണസമിതി നിലവിൽ വന്ന സാഹചര്യത്തിലെ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ കാരണം ഉടൻ തീരുമാനത്തിലെത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നുവെന്നും പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത് കൂട്ടിച്ചേർത്തു. അപ്പൊ ഇപ്പോ ഈ വാർത്തയിൽ പരാമർശിക്കുന്ന റിപ്പോർട്ട് ജോയിന്റ് ഡയറക്ടർ കളക്ടർക്ക് നൽകിയ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചുണ്ട്. 2-ാം തീയതി നൽകിയത്. ഇതിനകത്ത് ഈ ഭൂമി പഞ്ചായത്തിൽ നിക്ഷിപ്തമാവാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടാണ് വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ റിപ്പോർട്ട് JDയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ കളക്ടറേറ്റിൽ നിന്നോ നിയമപരമായിട്ട് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. 2-ാം തീയതിയാണ്. അത് ഈ ആഴ്ചയോടുകൂടിയൊക്കെ ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ഈ വിഷയത്തെ നമ്മളതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വിഷയം മാത്രമല്ല, MCFകൾ ഇത്തരത്തിൽ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആളുകളെയൊക്കെ നമ്മൾ പഞ്ചായത്തിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രസ്തുത വിഷയത്തിൽ വന്ന ആളുമായിട്ടും പ്രസിഡന്റും സെക്രട്ടറിയും ഈ പരാതിക്കാരെ ഉൾപ്പെടെ വിളിച്ച് നമ്മൾ പഞ്ചായത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനൊക്കെ ഒരു രമ്യമായ പരിഹാരത്തിലൂടെ നമുക്ക് ആളുകളെയും കൂടി എല്ലാം കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു നിയമപരമായ സാങ്കേതികത്വം, കാരണം ഭരണസമിതി ഒരു തുടർച്ചയാണ്. പെട്ടെന്നൊരു തീരുമാനം നമ്മൾ എടുക്കുന്നതിന് നിയമപരമായിട്ടുണ്ടാവുന്ന ഒരു ക്ലാഷ് പുതിയൊരു ഭരണസമിതിയെ സംബന്ധിച്ചുണ്ടാകും. കാരണം ഇതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന സെക്രട്ടറി അല്ല പിന്നീട് നടപടി ചെയ്ത സെക്രട്ടറി, ആ സെക്രട്ടറി അല്ല ഇപ്പൊ ഈ ഞങ്ങളുടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന സെക്രട്ടറി, ഇപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്ന ചുമതലയുള്ള സെക്രട്ടറി 4-ാമത്തെ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിനകത്ത് ഭരണസമിതിയിലും ഈ ഒരു നടപടി എടുക്കുന്നതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള സാധ്യതയെ സംബന്ധിച്ചാണ്. അതിൽ നിയമപരമായിട്ട് പറയുന്ന ഏത് നടപടിയാണ് ഉചിതം വെച്ചാൽ ഭരണസമിതിക്ക് അതിനകത്ത് യാതൊരു പ്രത്യേകിച്ച് ഒരാളോടും വിരോധമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്തൊരു ഉറച്ച നിലപാടൊന്നുമില്ല. പക്ഷെ നിയമപരമായിട്ടുള്ള നടപടികളെ പൂർത്തീകരിക്കാതെ നമ്മളതുമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടസ്സമാണ് ഭരണസമിതി കണ്ടത്. ഇപ്പോൾ CCV ന്യൂസ്, പാഞ്ഞാൾ.